അപ്പോൾ മണ്ണൂർ ചിത്ര സിനിപ്ലസ് കളിക്കുന്ന പടങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് നമ്മളെ റോഡുമിലെ പോസ്റ്റാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. ആടുജീവിതം കളിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ആവേശം കളിക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം കളിക്കുന്നുണ്ട്, ആവേശം കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചിത്ര സിനിപ്ലസിൻ്റെ റോഡ് സൈഡാണ് ഇപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ ചിത്ര സിനിപ്ലസാണ് ഞാൻ നിങ്ങളിലേക്ക് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റോഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇത് മണ്ണൂർ വളവിൻ്റെ ഇതാണ് കേട്ടോ. മണ്ണൂർ വളവാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. ഇതാണ് മണ്ണൂർ വളവ് അങ്ങാടി. അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സിനിമ ഹാൾ കേട്ടോ. മണ്ണൂരിൻ്റെ ഈ തൊട്ടടുത്ത്. അപ്പോൾ അത് കളിക്കുന്ന പടങ്ങളൊക്കെയാണ് ഞാൻ ലോക സിനിമയിലേക്ക് ആടുജീവിതം എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നല്ല പടമായി മുന്നേറുകയാണ്. അതുപോലെ നമ്മളെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടങ്ങളും കളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആവേശം, ഈ പടങ്ങളൊക്കെയാണ് ഇപ്പോൾ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായം ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാം ഹൗസ്ഫുള്ളായി തന്നെയാണ് ഈ പടം മുന്നേറുന്നത്. അപ്പോൾ നിങ്ങളെ ഞാൻ എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു, 3 പടവും ഹൗസ്ഫുള്ളായി. അപ്പോൾ ടിക്കറ്റൊന്നും ഇല്ല, ഒരുപാട് എല്ലാവരും വന്ന് തിരിച്ചു പോവുകയാണ്. അപ്പം 3 ഷോവും ഹൗസ്ഫുള്ളായി, എല്ലാ ഷോവും ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ് ഈ പടം. അപ്പോൾ 3 പടവും ഹൗസ്ഫുള്ളാകട്ടെ. ആവേശം കളിക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം മുന്നേ കളിക്കുന്നുണ്ട്, ആടുജീവിതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പം മണ്ണൂർ ചിത്ര സിനിപ്ലസിലാണ് കേട്ടോ. മണ്ണൂർ ചിത്ര സിനിപ്ലസിലെ കൂടുതൽ ലെങ്തായിട്ടൊന്നും നിങ്ങളിലേക്ക് എത്തിയത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് വീഡിയോ നിങ്ങളിലേക്ക് സിനിമയെക്കുറിച്ചുള്ള ഇവിടുത്തെ തിരക്കും, അപ്പോൾ സിനിമ കാണാൻ വരുന്നവരുടെ ഇതിലൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് കളിക്കുന്ന പടങ്ങളൊക്കെയാണ് മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ കളിക്കുന്ന പടങ്ങളാണ്. ആടുജീവിതം കളിക്കുന്നുണ്ട്, അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടവും കളിക്കുന്നുണ്ട്. ഞാൻ ചിത്ര സിനിപ്ലസിൽ നിന്നാണ് കേട്ടോ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുന്നത്. അപ്പോൾ ചിത്ര സിനിപ്ലസാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടോ. ഇതാണ് നമ്മൾ ചിത്ര സിനിപ്ലസ് കാണുന്നുണ്ടോ. ഇതാണ് നമ്മൾ ചിത്ര സിനിപ്ലസ് കാണുന്നുണ്ടോ. ചിത്ര സിനിപ്ലസിലാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നിലാണ്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ചെയ്ത ഭാഗങ്ങളും ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ടിക്കറ്റ് ഇപ്പോൾ 6 മണിൻ്റെ ഷോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. എല്ലാ ഷോയും ഫുള്ളായി തന്നെയാണ് മുന്നേറുന്നത്. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ കളിക്കുന്ന പടങ്ങൾ ആവേശം കളിക്കുന്നുണ്ട്, അതുപോലെ ആടുജീവിതം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പോകാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളതിലേക്ക് നോക്കുക. അപ്പോൾ ഞാൻ ചിത്ര സിനിപ്ലസിലാണ്. അപ്പം നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്നും അതുപോലെ എല്ലാ പടവും ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ്, ആവേശം മുന്നേറുകയാണ്, അതുപോലെ നമ്മുടെ ആടുജീവിതം മുന്നേറുകയാണ്, അതുപോലെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടവും ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇപ്പം നിൽക്കുന്നത് മണ്ണൂർ ചിത്ര സിനിപ്ലസിലാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ അറിയിക്കുക എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. അപ്പം സിനിമയെ കുറിച്ചുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഏർപ്പാടുകളെല്ലാം ഞാൻ ഇതിലൂടെ ചെയ്തു തരാം. അപ്പം ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലൂടെ. അപ്പം ലോക സിനിമയിൽ ഒന്നാമത് ആടുജീവിതം മുന്നേറുകയാണ്. അപ്പം മണ്ണൂർ ചിത്ര സിനിപ്ലസ് എന്നാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ. അപ്പം ചിത്ര സിനിപ്ലസാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പം ഒരുപാട് തിരക്കായി തന്നെയാണ് ഇവിടെ മുന്നേറുക. അപ്പോൾ പാർക്കിങ് ഇവിടത്തെ അല്ലാതെ അപ്പുറത്തെ പാർക്കിംഗ് സ്ഥലം അവിടെ ഫുള്ള് പാർക്ക് ചെയ്ത സ്ഥലം ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ പാർക്ക് ചെയ്ത സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിട്ട വീഡിയോയിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ. അപ്പം ഞാൻ കൂടുതൽ ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പം പടം എല്ലാം മുന്നേറിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. എല്ലാം ബുക്കിംഗ് ആയി മുന്നേറുന്നത്തെ ഫുള്ളും എല്ലാം സിനിമ എല്ലാ ഷോവും ഇന്നും ഹൗസ്ഫുള്ളായി തന്നെയാണ് മുന്നേറുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളായിരിക്കുന്നത്. അപ്പം ഞാൻ നമ്മളെ ചേട്ടനൊക്കെ ഉണ്ട്, നമുക്ക് ചോദിക്കാം. അപ്പോൾ ചേട്ടനൊക്കെ നമുക്ക് ചോദിക്കുക എന്തൊക്കെയാണ് കൗണ്ടറിൽ നമ്മൾ ചേട്ടനോട് ചോദിക്കാം. ഇപ്പോൾ എല്ലാ ഷോ ഫുള്ളാണോ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ അതാണിപ്പോൾ പറയേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ കൊടുക്കാച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പം ചിത്ര സിനിപ്ലസിലെ കൗണ്ടറിലാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇവിടെ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായി 26-ാം തീയതി ഇറങ്ങുന്നുണ്ട് നമ്മുടെ ദിലീപ് ചേട്ടൻ്റെ പടം പവി കെയർ ടേക്കർ എന്ന പടം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 26-ാം തീയതിയാണ് റിലീസ്. അതുപോലെ ഇപ്പോൾ കളിക്കുന്ന പടമാണ് വർഷങ്ങൾക്ക് ശേഷം. അതുപോലെ ആവേശം കളിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ആടുജീവിതം.
ഈ പടമാണ് ഇപ്പോൾ നമ്മുടെ മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഷോവും ഹൗസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ബുക്ക് ചെയ്യാനുള്ള ഇതും പടം ഇതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം പടം ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ചിത്ര സിനിപ്ലസിലെ കൗണ്ടറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ എല്ലാ ഷോവും ഹൗസ്ഫുള്ളായി തന്നെയാണ് മുന്നേറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ആടുജീവിതം ജനമനസ്സുകളെ കീഴടക്കിക്കൊണ്ടാണ് മുന്നേറുന്നത്. അതുപോലെ ആവേശം, അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന പറഞ്ഞ പടവും ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നതാണ്. അപ്പം സിനിമയ്ക്ക് വന്നാണോ? ടിക്കറ്റ് വന്നോ? ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് എല്ലാം ഫുള്ളാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇന്നും ഒരുപാട് ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ നിന്ന് നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം പാടെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ കയറി തന്നെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടോ? അപ്പം അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മണ്ണൂർ ചിത്ര സിനിപ്ലസ് എന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ, ഓരോ സിനിമ പുതിയ പുതിയ ഇറങ്ങുന്ന പടത്തിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ നിങ്ങളിലേക്ക് ഈ വീഡിയോയിൽ പ്രവേശിക്കുക. അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകളും ഈ ചാനലിൽ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, എങ്ങനെയുണ്ട് ചാനലിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ മണ്ണൂർ ചിത്ര സിനിപ്ലസ് എന്നാണ് ഇപ്പം നിങ്ങളിത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പുറത്തിപ്പോൾ ആളുകൾ കാണാത്തത്, ഓരോ ഷോൻ്റെ ആളുകളിപ്പം മുഴുവൻ ആളുകളെല്ലാം തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പം ഞാൻ അത് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താമെന്ന് വെച്ചാൽ റിവ്യൂ ഒന്നും ചോദിക്കുന്നില്ലല്ലോ വെച്ചിട്ടാണ്. അപ്പം മണ്ണൂർ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ആടുജീവിതം ഇവിടെ കളിക്കുന്നത്, ഇത് കളിക്കുന്നുണ്ട്. ആടുജീവിതത്തിൻ്റെ ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പടമായി തന്നെയാണ് ആടുജീവിതം മുന്നേറുന്നത്. അതുപോലെ നമ്മുടെ ആവേശം കളിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടവും കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൗണ്ടറിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണിക്കാം. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ടിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടാണ് ഈ തിയേറ്ററിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം ഒരുപാട് ആളുകൾ ഇപ്പം വീണ്ടും വീണ്ടും വന്നിരുന്നു. അപ്പം മണ്ണൂർ ചിത്ര സിനിപ്ലസ് നോക്കാം. അപ്പം മണ്ണൂർ ചിത്ര സിനിപ്ലസ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പം ബുക്കിംഗ് കൗണ്ടർ ഇതാണ്. അപ്പം ബുക്കിംഗ് ചെയ്യാനുള്ള ഇതും പാടെ ഞാൻ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാം. ബുക്കിംഗ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഹൗസ്ഫുള്ളായി തന്നെയാണ്. ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അപ്പുറം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, സിനിമകളുടെ തൊട്ടടുത്ത് തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വണ്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചിത്ര സിനിപ്ലസിൽ കളിക്കുന്ന പടങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ആടുജീവിതം, അതുപോലെ ആവേശം കളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ഈ 3 പടമാണ് ഇപ്പോൾ ചിത്ര സിനിപ്ലസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് 26-ാം തീയതി നമ്മുടെ ദിലീപ് ചേട്ടൻ്റെ ഒരു പടം കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പം 26-ാം തീയതിയാണ് നമ്മളെ ദിലീപ് ചേട്ടൻ്റെ പടം വരുന്നത്. അതിനെ ഞാൻ നിങ്ങളുടെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ 26-ാം തീയതി കളിക്കുന്ന പടമാണ് ഞാൻ. അപ്പോൾ 26-ാം തീയതി റിലീസ് വരുന്ന പടമാണ് ഇതാണ്. 26-ാം തീയതി നമ്മൾ പബി കെയർ ടേക്കർ എന്ന പടം ദിലീപ് ചേട്ടൻ്റെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 26-ാം തീയതിയാണ് റിലീസ് കിട്ടും. അപ്പോൾ ഇപ്പം ഇവിടെ കളിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം, അതുപോലെ ആവേശം, അതുപോലെ പടങ്ങളൊക്കെയാണ്. വർഷങ്ങൾക്ക് ശേഷം ആവേശം, ആടുജീവിതം, നമ്മളെ ദിലീപ് ചേട്ടൻ്റെ പുതിയ പടമാണ് 26-ാം തീയതി റിലീസാവുന്നത്. അപ്പം അതാണ് ഇപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ആടുജീവിതത്തിൻ്റെ പുസ്തകം താല്പര്യമുള്ളവർക്ക് ആടുജീവിതത്തിൻ്റെ പുസ്തകവും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ, മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ. അതുപോലെ ഞാൻ നിങ്ങളിലേക്ക് അയക്കുന്നു. അപ്പം മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൻ്റെ ഉള്ളിലാണ് കേട്ടോ. എല്ലാ ഷോയും ഫുള്ളായിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പം വണ്ടികളാണെങ്കിൽ ഞാൻ പാർക്ക് ചെയ്ത വണ്ടികളൊക്കെയാണ് നിങ്ങളിലേക്ക് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ഫുൾ ഹൗസ്ഫുള്ളായിട്ട് തന്നെ പാർക്ക് ചെയ്ത ഭാഗമാണ് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് സിനിമേൻ്റെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പാർക്കിങ് ചെയ്ത സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗമാണ്. അതുപോലെ അപ്പുറ ഭാഗങ്ങളും പാർക്ക് ചെയ്ത് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഓരോരുത്തർ ടിക്കറ്റ് ചോദിച്ചു വന്ന് ടിക്കറ്റ് കിട്ടിയോ നാളത്തേക്ക്? അപ്പോൾ ഇന്നത്തൊക്കെ ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്.
അപ്പോൾ ഇന്നത്തെ എല്ലാ ഷോവും ഫുള്ളാണ്. അപ്പം ഇന്ന് മൊത്തം ഷോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാളേക്ക് ടിക്കറ്റിനാണോ വന്നത്? അപ്പോൾ കണ്ടോ, ഞാൻ ഇപ്പോൾ ഈ മണ്ണൂർ ചിത്ര സിനി പ്ലസ് എന്നാണ്. എന്താ ചേട്ടാ പറയുള്ളത്? ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ടിക്കറ്റ് കിട്ടിയോ? ഇല്ല. ഒന്ന് പറ ചേച്ചി, ഒന്ന് പറ. പിന്നെ ഇപ്പം നിങ്ങൾ വന്നപ്പോൾ ടിക്കറ്റ് ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ എല്ലാ ഹൗസ്ഫുള്ളാണ്, എല്ലാ ഷോ ആണ്. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ല, ഇവിടെ രാവിലെ തൊട്ടേ ഫുള്ളാണ്, ഹൗസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാ ഷോവും ഫുള്ളാണ്. അപ്പോൾ അതാണ് മണ്ണൂർ ചിത്ര സിനി പ്ലസ് എന്ന് ഞാൻ നിൽക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ എല്ലാവരോടും ഞാൻ വീഡിയോയിലൂടെ പ്രത്യേകമായി പറയുന്നത്. അപ്പം എല്ലാ ഷോവും ഇവിടെ 3 പടം കളിക്കുന്നുണ്ട് കേട്ടോ. ആവേശം കളിക്കുന്നുണ്ട്, അതുപോലെ ആടുജീവിതം കളിക്കുന്നുണ്ട്, അതുപോലെ നമ്മളെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടങ്ങളും കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ പടങ്ങളൊക്കെയാണ് നമ്മുടെ മണ്ണൂർ ചിത്ര സിനി പ്ലസിൽ നിന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. ഈ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പം ഞാൻ എടുക്കുന്നത് മണ്ണൂർ ചിത്ര സിനി പ്ലസിലെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയ ഭാഗങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അതുപോലെ ഒരുപാട് വ്ളോഗ് പരമായിട്ടും എല്ലാ വീഡിയോസും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഓർമ്മപ്പെടുത്തുന്നു, കൂടുതൽ ലെങ്തായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എത്തിക്കുന്നില്ല കേട്ടോ. അപ്പം ലോക സിനിമയിൽ ഒന്നാമത്തെ സിനിമ ആടുജീവിതമായി മുന്നേറുകയാണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്ത്, അപ്പോൾ ഞാൻ ഇതിൽ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ വീഡിയോ കാണുന്നവർക്കറിയാം, പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് സ്ഥലമുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോയിലേക്ക് കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പാർക്കിംഗ് സ്ഥലം എവിടെയാണ്. ഇതിൻ്റെ സിനിമകളുടെ തൊട്ടടുത്തിട്ട് പുറത്തുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, ആടുജീവിതം കളിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ആടുജീവിതം കളിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ ആവേശം കളിക്കുന്നുണ്ട് കേട്ടോ. ആവേശ പടമാണ് ഞാൻ കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടം കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 പടമാണ് ഇപ്പം മണ്ണൂർ ചിത്ര സിനി പ്ലസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരോടും ഓർമ്മപ്പെടുത്തുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് നിങ്ങളെ കമൻറ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഞാൻ ഇതിൻ്റെ ലിങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ സിനിമക്ക് പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ നമ്മൾ സിനിമ ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ഈ തിയേറ്ററിലേക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്താം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പം സിനിമ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങളിൽ നിന്ന് അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ. അപ്പം ഇനി വേണമെങ്കിൽ നിങ്ങൾ ആൾക്കാരുടെ ജനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ വേറെ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവൻ കാണുക. അപ്പോൾ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിന് ഒരുപാട് വ്യത്യസ്തമായ വീഡിയോസ്. അപ്പോൾ കളിക്കുന്ന പടം ഒന്നും പടം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടം കളിക്കുന്നുണ്ട്, ആടുജീവിതം കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആവേശം കളിക്കുന്നത് ഇപ്പോൾ എല്ലാ ഷോവും ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു. എല്ലാ ഷോവും ഫുള്ളായി തന്നെയാണ് മുന്നേറുന്നത് കേട്ടോ. എല്ലാ ഷോ അപ്പം ടിക്കറ്റ് കിട്ടാതെ തന്നെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് ഇപ്പോഴും വന്ന് ഒരുപാട് ആളുകൾ ടിക്കറ്റിന് കിട്ടാത്തത് കാരണം തന്നെ സിനിമ കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ബുക്ക് നേരത്തെ ചെയ്തോളൂ, ടിക്കറ്റ് എല്ലാവരും ബുക്ക് ചെയ്തോളൂ. അപ്പോൾ ഈ പടങ്ങളൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മുടെ മണ്ണൂർ വളവിൽ ചിത്ര സിനി പ്ലസിൽ നിന്ന് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടാൽ അതിൻ്റെ സൗണ്ട് സിസ്റ്റം കേട്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ, സൗണ്ട് സിസ്റ്റത്തിൽ. അപ്പം ഒന്ന് നമ്മളെ വയനാട് ബത്തേരിയിലാണ്. അപ്പോൾ രണ്ടാമത്തെ തിയേറ്റർ നമ്മളിപ്പം മണ്ണൂർ വളവ് ചിത്ര സിനി പ്ലസാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ കൂടുതലും ഞാൻ നീട്ടുന്നില്ല. എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും മുഴുവൻ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി കമൻറ്റുകൾ അറിയിക്കുക, അഭിപ്രായങ്ങൾ പറയുക. പുതിയ ഫ്രണ്ട്സുകൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം അമർത്തിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ
നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാവരും അത് ചെയ്തു വെക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഉള്ള വീഡിയോസും എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എല്ലാവർക്കും ബൈ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.